KSRTCയിൽ വാഹനങ്ങൾ ഈ ഇപ്പോൾ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ 15 വർഷത്തിന് മേലുള്ള വാഹനങ്ങൾ ഒക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് ഈ KSRTCയുടെ മറ്റേ CF, അതായത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് നടത്തുന്നത് ഈ ഈ മാസങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതാണ്. കാരണം ഈ കാലാവധി കഴിഞ്ഞ വണ്ടികൾക്കെല്ലാം കൂടി ഒന്നിച്ച് കാലാവധി നീട്ടി കൊടുത്തുകൊണ്ട് വാഹനങ്ങൾ കൂടുതലായിട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, KSRTCയിലെ ഇങ്ങനെ ഈ നിലവിൽ മെക്കാനിക്കൽ വിങ്ങിലുണ്ടായിരുന്ന വിവിധ വിഭാഗം നിർത്തലാക്കി അത്തരത്തിലുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇപ്പൊ KSRTCയിൽ ഈ 93 ഡിപ്പോയിലും കൂടി ആയതുകൊണ്ട് 10-60 പെയിന്റർമാരെ നമുക്കുള്ളൂ. അപ്പൊ ഈ പെയിന്റർമാരെ ഈ ഒരു പെയിന്റർക്ക് നമ്മളിപ്പോ KSRTC നൽകുന്ന ഓർഡിനറി ബസ് ഫുള്ള് പെയിന്റ് ചെയ്ത് CFന് യോഗ്യമാക്കി ഇറക്കുന്നതിന് 9 ഡ്യൂട്ടിയാണ്. 9 തച്ചെന്ന് വേണേൽ പറയാം, 9 ജോബ്. മറ്റു വണ്ടികൾക്ക് 11 എണ്ണമാണ്. ഇപ്പൊ അത് മന്ത്രി പറഞ്ഞിരുന്നു, കരാർ അടിസ്ഥാനത്തിൽ ഈ പെയിന്റ് ചെയ്യാൻ വേണ്ടി ജീവനക്കാരെ നിയമിക്കും എന്ന് പറഞ്ഞിരുന്നു. നിലവില് ഈ ഇത്തരത്തിൽ കരാറും ഇല്ല, സ്ഥിര ജീവനക്കാരനും ഇല്ല. ആ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് പെയിന്റ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ബാക്കി എല്ലാ വർക്കുകളും തീർന്നിട്ട് ധാരാളം ബസ്സുകൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ ടെസ്റ്റ് നടത്തുവാൻ സാധ്യമാകാതെ ഡിപ്പോകളിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ കിടക്കുന്ന വാഹനങ്ങളെ കുറിച്ച് ഈ വാഹനങ്ങളും ഓടുന്നുണ്ടെന്നൊക്കെയുള്ള കണക്കിലായി തള്ളുകൾ വരുന്നത് കേട്ടോ. അപ്പൊ ഈ കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുമ്പോൾ 3900 രൂപ ഓർഡിനറി ബസ്സിനും ഏകദേശം 5000 രൂപ മറ്റു വണ്ടികൾക്ക്, അതായത് ഓർഡിനറിക്ക് മുകളിലേക്കുള്ള ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ഡീലക്സ്, മിന്നൽ തുടങ്ങിയ വാഹനങ്ങൾക്ക് നടത്തുകയാണ്. അപ്പോൾ ഈ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുമെന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നില്ല, വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഇങ്ങനെ ഈ വാഹനങ്ങൾ ഓടാതെ വരുന്ന ഒരു ഭാഗത്ത് നഷ്ടം വരുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു നഷ്ടമുണ്ട്. ഇപ്പൊ ഈ വാഹനങ്ങൾ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എടപ്പാട് റീജിയണൽ വർക്ക്ഷോപ്പ്, അവിടെ പെയിന്റ് സെക്ഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ പെരിന്തൽമണ്ണയുള്ള വണ്ടിയാണെങ്കിലോ തൃശ്ശൂരുള്ള ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റ് ഈ അകലങ്ങൾ പെരിന്തൽമണ്ണ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഈ എടപ്പാളിൽ കൊണ്ടുചെല്ലണം. ഇപ്പൊ പാലാ, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പെയിന്റർ എനിക്ക് തോന്നുന്നു പാലായിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും 10-40 കിലോമീറ്ററുകൾ വാഹനം ഓടിച്ച് ഈ വാഹനം കാലിക്ക് ഓടിച്ചുകൊണ്ട് പോയി ആ സ്ഥലത്ത് കൊണ്ടുപോയി പെയിന്റർ കൊണ്ടുവന്ന് പെയിന്റർക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പെയിന്റ് അടിക്കുക. അപ്പൊ സമയം കിട്ടാത്തത് എന്താണ്? ആവശ്യത്തിന് ജീവനക്കാരില്ല. അപ്പൊ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും എന്ന് പറഞ്ഞിട്ടും അതും സാധ്യമാകാതെ ഈ വാഹനങ്ങൾ നിരത്തുകളിൽ വാഹന ദൗർലഭ്യം രൂക്ഷമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പതിയെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരത്തുകളിലെ ദേശസാൽകൃത റൂട്ടുകളെല്ലാം തന്നെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് സ്വകാര്യ മേഖല KSRTCയുടെ കുത്തക റൂട്ടുകളിലേക്ക് കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു. കാരണം വാഹന സമയത്തിന് ലഭ്യമാകാനില്ല. പണ്ടൊക്കെ അരമണിക്കൂറിലെ 15 മിനിറ്റ് കൊണ്ട് ചെയിൻ സർവീസ് ആയിട്ട് വാഹനം വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് മണിക്കൂറുകൾ നോക്കി നിന്നാൽ വാഹനം വരുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് KSRTC എത്തിയിരിക്കുന്നു. അവിടെയാണ് വണ്ടികൾ കുറവ് വരുന്നത്. ഇത്തരം വണ്ടികൾ CF നടത്താതെ ഈ പറയുന്ന പെയിന്റിങ് ജോലികൾ തീർക്കാതെ ഇരിക്കുമ്പോൾ കരാർ നിയമനവുമില്ല, സ്ഥിര നിയമനവുമില്ല. പെയിന്റർമാർക്ക് വിശ്രമിക്കുവാൻ അല്ലെങ്കിൽ പെയിന്റർമാർക്ക് നിക്കക്കള്ളിയില്ലാതെ പണിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. വണ്ടി സമയത്തിന് ഇറങ്ങുന്നില്ല. ഈ കാരണങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പറഞ്ഞതാണ്, ആളുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും എന്ന്. ഏതായാലും വാഹനങ്ങൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ ടെസ്റ്റിന് പോകുവാൻ സാധ്യമാകാതെ പെയിന്റർമാരില്ലാതെ KSRTC ഡിപ്പോകളിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചകളാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി. Thank you.